നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി. നമുക്ക് ബൂട്ട് സ്ട്രാപ്പിൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കണം. നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് എടുത്ത് അതിൽ ഡോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ബ്രേക്ക് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബൂട്ട് സ്ട്രാപ്പ് 5.3 ആണ്, വേർഷൻ 5.3 ആണ്. അപ്പോൾ ഈ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ മൊബൈൽ സപ്പോർട്ട് ചെയ്യണം, ടാബ് സപ്പോർട്ട് ചെയ്യണം, ലാപ്ടോപ്പ് സപ്പോർട്ട് ചെയ്യണം, കുറച്ചുകൂടി വലിയ ടി വി പോലത്തെ സൈസിലുള്ള സ്ക്രീൻ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മീഡിയ ക്വറിയും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, അല്ല നമുക്കറിയാം അല്ലേ. അപ്പം ഈ ബൂട്ട് സ്ട്രാപ്പ് എന്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൂട്ട് സ്ട്രാപ്പ് കുറച്ച് ഇതേപോലെ ഇതിന് ഓരോ നെയിം കൊടുത്തിട്ട് ഓരോ ബ്രേക്ക് പോയിന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് പോയിന്റ് എന്ന് വിളിക്കും അതിനെ, അല്ലെങ്കിൽ ഗ്രിഡ് ടയേഴ്സ് എന്നുള്ളതും വിളിക്കും. ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ ഗ്രിഡ് ടയേഴ്സ് എന്നാണ് അതിനെ വിളിക്കുക ബൂട്ട് സ്ട്രാപ്പിൽ. അപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാ സ്മോൾ എന്ന് പറയുന്നത് ഒരു വിഡ്ത്ത് 576 പിക്സലിനേക്കാളും ചെറുതാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ സ്മോൾ എന്ന് പറയുന്ന ഒരു ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അതേപോലെ വിഡ്ത്ത് 576 അല്ലെങ്കിൽ അതിനേക്കാളും മേലോട്ടോ ഉണ്ട്, എന്നാൽ 768 കുറവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സ്മോൾ ആണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് SM എന്ന് പറയുന്നത്. ഓക്കെ, SM എന്നുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അതേപോലെ തന്നെ വിഡ്ത്ത് 768 മേലോട്ടുണ്ട്, എന്നാൽ 992 കുറവാണെങ്കിൽ അതിനെ നമ്മൾ മീഡിയം അല്ലെങ്കിൽ MD എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ 992 അല്ലെങ്കിൽ അതിനേക്കാളും മേലോട്ടുണ്ട്, എന്നാൽ 1200 കുറവാണെങ്കിൽ LG ആണ്. അതേപോലെ 1200 അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ഉണ്ട്, എന്നാൽ 1400 ഇല്ലെങ്കിൽ XL ആണ്. 1400 അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രാ ലാർജ് എന്നുള്ള XXL എന്നുള്ളതാണ് നമ്മൾ വിളിക്കുക. ഇതാണ് ഇതിൻ്റെ മീഡിയ ബൂട്ട് സ്ട്രാപ്പിലെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി പല CSS ക്ലാസ്സുകൾ ഉപയോഗിക്കുക, അതിൽ നമ്മൾ SM എന്നുള്ളതോ SM, MD, LG എല്ലാം കൊടുക്കും. SM എന്നുള്ളതിൻ്റെ മീനിങ് പ്രത്യേകം ശ്രദ്ധിക്കാം. 576 അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടോ ഉണ്ട്, എന്നാൽ 768 ഇല്ലെങ്കിലാണ് നമ്മൾ SM എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, SM എന്നുള്ള കാറ്റഗറിയിൽ വരാം. ഓരോന്നും അതേപോലെ തന്നെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട വേറൊരു മെയിൻ കോൺസെപ്റ്റാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും സൈസ് ലെഫ്റ്റിൽ മാർജിൻ വിട്ടിട്ടുണ്ട്, റൈറ്റിലും അതേപോലെ തന്നെ മാർജിൻ ഇത്രയും വിട്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം പിന്നെ നിങ്ങൾ മാതൃഭൂമിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ലെഫ്റ്റിൽ ഇത്രയും മാർജിൻ ഒഴിവാക്കിയിട്ടുണ്ട്, അതേപോലെ റൈറ്റിൽ ഇത്രയും മാർജിൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഞാനിപ്പം കീബോർഡിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടന്റ് ഒരു ഫുൾ വിഡ്ത്ത് കണ്ടന്റ് അല്ല, എല്ലാത്തിലും അത്യാവശ്യം മാർജിൻ വിട്ടിട്ടാണുള്ളത്. അതെല്ലാം ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിക്കുന്നതിലെല്ലാം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉപയോഗിക്കും. ഇത് ഒന്നുകിൽ ഇങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഫുൾ വിഡ്ത്ത് ആയിട്ടുള്ളത്, രണ്ട് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ കോഡിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കോഡിനെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ബോർഡർ അടക്കം ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് വരുന്നുണ്ടാവുക, അല്ല ഇവിടെ എല്ലാം ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി ഞാൻ ഈ കോഡ് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഡിവ് ഇതിൽ പിന്നെ ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കണ്ടെയ്നർ എന്നുള്ളതിന് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്, ഡോട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ക്ലാസ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ഡിവ് കണ്ടെയ്നർ ഡോട്ട് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിവ് ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ മൊത്തത്തിൽ കോഡിനെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ നമുക്കിവിടെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ മാർജിൻ കൊടുത്തു, റൈറ്റ് സൈഡിൽ മാർജിൻ കൊടുത്തു, ഒരു കണ്ടന്റിനെ ഇതേപോലെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടെയ്നർ ക്ലാസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും മാർജിൻ കൊടുത്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ വെബ്സൈറ്റിലും കണ്ട പോലെ ലെഫ്റ്റിലും റൈറ്റിലും മാർജിൻ കൊടുത്തിട്ടാണ്
നമ്മുടെ കണ്ടന്റിനെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരും. ഇങ്ങനെ പിന്നെ നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ കോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടെയ്നർ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് ബാക്കി കോഡും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഓരോ വിടുത്തും ഏറ്റവും മിനിമം വിടുത്തായിട്ടുള്ള 568 താഴെ എക്സ്ട്രാ സ്മോൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര മാർജിനാണ് കൊടുത്തിട്ടുള്ളത്? വളരെ കുറഞ്ഞ മാർജിനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നെക്സ്റ്റ് ടയർക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ SM, മീഡിയം, ലാർജ് ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും അതിനനുസരിച്ചിട്ടുള്ള മാർജിനും കാര്യങ്ങളെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ കൊടുത്തിട്ടുള്ളത് ഡിവ് ഒരു കണ്ടെയ്നർ എന്ന് പറയുന്ന ഡിവിൻ്റെ ഉള്ളിലാണ് ക്ലാസ് കൊടുത്തുള്ള ഡിവിൻ്റെ ഉള്ളിലാണ് ഞാൻ മൊത്തം കോഡും കൊടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ബൂട്ട്സ്ട്രാപ്പിൽ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇത് കൊടുക്കുന്നതിന് ശരിക്കും ഒരു മീനിങ് ഉണ്ട്. നമുക്ക് പിന്നെ കണ്ടെയ്നർ എന്ന് പറഞ്ഞത് കൊടുക്കുന്നത് ഇതിൽ ശരിക്കും ബൂട്ട്സ്ട്രാപ്പിൽ 3 കണ്ടെയ്നേഴ്സ് ആണുള്ളത്. ഒന്ന് ജസ്റ്റ് കണ്ടെയ്നർ എന്നാണ് കൊടുക്കുന്നത്, അതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് സെറ്റ്സ് മാക്സ് വിഡ്ത്ത് അറ്റ് ഈച്ച് റെസ്പോൺസീവ് ബ്രേക്ക് പോയിന്റ്. ഓരോരോ ബ്രേക്ക് പോയിന്റിലും മാക്സ് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് പോയിന്റ് എന്താ നമുക്കറിയാം, എക്സ്ട്രാ സ്മോൾ, മീഡിയം എന്നെല്ലാം ഉണ്ടല്ലോ. അപ്പം ഈ എക്സ്ട്രാ സ്മോൾ ബ്രേക്ക് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 100% വിഡ്ത്ത് ഉപയോഗപ്പെടുത്തും. ഇനി സ്മോൾ എന്ന് പറയുന്നത് 576 മേലോട്ടുണ്ട്, 768 ഇല്ല, അതാണ് സ്മോൾ. ഈ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന് മാക്സിമം വിഡ്ത്തായിട്ട് 540 സെറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള രണ്ട് സൈഡിലുള്ളതിനെ മാർജിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കണ്ടെയ്നറിനെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 540 അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്നിനും ഇങ്ങനെ എത്ര വിഡ്ത്താണ് മാക്സിമം വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഈ ചാർട്ടിൽ കാണിക്കുന്നത്. അപ്പം ഇനി എക്സ്ട്രാ ലാർജ് ആണെന്നുണ്ടെങ്കിൽ 1320, ഈവൻ 1400, 1500, 1800 വിഡ്ത്ത് വരെയുള്ള അതിന് മേലോട്ടുള്ള എത്ര സൈസ് ഉള്ളതാണെങ്കിൽ പോലും ഇതിൻ്റെ മാക്സിമം വിഡ്ത്തായിട്ട് 1320 സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ വിഡ്ത്തും രണ്ട് സൈഡിലും കൂടെ മാർജിനായിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് കണ്ടെയ്നറിൻ്റെ കേസിൽ വരിക. ഇനി എനിക്ക് ഫുൾ വിഡ്ത്തായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെയ്നർ ഫ്ലൂയിഡ് കൊടുക്കാൻ പറ്റും. കണ്ടെയ്നർ -ഫ്ലൂയിഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 100% വിഡ്ത്തും എല്ലാ ബ്രേക്ക് പോയിന്റിലും 100% വിഡ്ത്തും കൊടുക്കും. അപ്പോൾ നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ വിഡ്ത്ത് 100% എല്ലാ ബ്രേക്ക് പോയിന്റിലും, ഏത് ബ്രേക്ക് പോയിന്റിലാണെന്നുണ്ടെങ്കിലും ഒരേപോലെ തന്നെ ഉണ്ടാവുക, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടെയ്നർ ഉണ്ട്, കണ്ടെയ്നർ ഫ്ലൂയിഡ് ഉണ്ട്. കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിക്സ്ഡ് വിഡ്ത്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടെയ്നർ, മാക്സിമം വിഡ്ത്ത് വെച്ചിട്ടുള്ളതാണ് കണ്ടെയ്നർ. അത് ഓരോരോ ബ്രേക്ക് പോയിന്റിനും ഓരോരോ വാല്യൂ ആണ് ഉണ്ടാവുക. 576 ആണെന്ന് കരുതിയിട്ട് 576 വിഡ്ത്തിന് ഉപയോഗിക്കുന്നില്ല, 540 ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് രണ്ട് സൈഡിലും മാർജിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ 768 അതിൻ്റെ മേലോട്ടോ അതിൻ്റെ റേഞ്ച് ഈ മീഡിയം കാറ്റഗറിയിലാണെങ്കിൽ 720 ബാക്കി വരുന്നത് മുഴുവനും മാർജിനാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് വേണ്ടത് ഇത് ഈ കേസിൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ടും അവരാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി എനിക്ക് വേണ്ടത് ഇപ്പം ഒരു കണ്ടെയ്നർ SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടെയ്നർ എന്ന് പറയുന്നതും കണ്ടെയ്നർ SM എന്ന് പറയുന്നതും ഒരേ മീനിങ് ആണ്. എക്സ്ട്രാ സ്മോൾ ആണെങ്കിൽ 100%, ബാക്കി എല്ലാത്തിനും ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി കണ്ടെയ്നർ MD എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം മുതലാണ് അവർ MD ആണ് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം അതിൻ്റെ മേലോട്ടുള്ളതിന് അവർ ഫിക്സ്ഡ് വരും. അതിന് താഴേക്കുള്ള വിഡ്ത്താണെങ്കിൽ 100% എടുക്കും. ഓക്കെ, നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. കണ്ടെയ്നർ MD എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം വരെ ഉള്ളതിന് അല്ലെങ്കിൽ മീഡിയം മുതൽ മേലോട്ടുള്ളതിന് ഫിക്സ്ഡ് ആണ്, അല്ലാത്തതെല്ലാം 100% ആണ്. ഇപ്പോൾ ഇതിപ്പോൾ എക്സ്ട്രാ ലാർജിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് പിന്നെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് മാക്സിമം വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ താഴോട്ട് മീഡിയത്തിൻ്റെ റേഞ്ചിലോട്ട് വരുന്ന സമയം ഇമ്മീഡിയറ്റ്ലി ആ സമയം മുതൽ എന്ത് ചെയ്യും, 100% വിഡ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്തു. എക്സ്ട്രാ സ്മോളും അപ്പോൾ 100% ആയി, മീഡിയം അതിൻ്റെ മേലോട്ടുള്ളതും മാർജിനുള്ളതുമായിട്ട് വരും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഓരോരോ സിനാരിയോ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഈ ഒരു കണ്ടെയ്നർ LG ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും നടക്കുന്നത് ഈ LGയോ അതിൻ്റെ മേലോട്ടുള്ളതിന് അവർ ഫിക്സ്ഡ് വിഡ്ത്ത് മാർജിൻ അടക്കമുള്ളത് വരും, അല്ലാത്തതിന് 100% വരും. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഈ ഒരു വിഡ്ത്ത് വരുന്നത് വരെ ഇപ്പോൾ 100% ആണ്.
ബാക്കിയുള്ളതെല്ലാം അതിന് മേലോട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് മാർജിൻ അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇനി അതേപോലെ എക്സ്ട്രാ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലാർജ് ആണെങ്കിൽ മാത്രം, അതോ അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ളതാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, ഇതിന് മേലോട്ടില്ല. അതുകൊണ്ട് അത് ആണെങ്കിൽ മാർജിൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും 100% ഉണ്ടാവാം. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. എക്സ്ട്രാ ലാർജിന്റെ ബാൻഡ് ആ ഒരു ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സമയം മുതൽ മാർജിൻ അപ്ലൈ ചെയ്യും, ഇല്ലെങ്കിൽ മാർജിൻ അപ്ലൈ ചെയ്യില്ല. ഫുൾ 100% ഇവിടുത്തെ യൂട്ടിലൈസ് ചെയ്യും. ഇതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ മിക്കവാറും കൊടുക്കുക ഇതേപോലെയാണ്, ഡിബ് ക്ലാസിക്കൽ കണ്ടെയ്നർ. ബാക്കി കോഡും കാര്യങ്ങളും നമ്മൾ അതിനുള്ളിലാണ് കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ റെസ്പോൺസീവ് ആണ്, ഫിക്സഡ് വിടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് വിടുത്തിൻ്റെ ചാർട്ട്. മാക്സിമം വിടുത്ത് ഓരോ ബ്രേക്ക് പോയിന്റിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യും. പിന്നെ ഇത് SM ആണെന്നുണ്ടെങ്കിൽ 100% വേർഡ് അണ്ടിൽ സ്മോൾ ബ്രേക്ക് പോയിന്റ്. ഇതിൽ നമ്മൾ കൊടുത്ത ചാർട്ടിലുള്ള പോലെ തന്നെ ഓരോന്നിനും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ 100% എല്ലാ ബ്രേക്ക് പോയിന്റിലും 100% ആണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് പിന്നെ ഇതിലുള്ള ഈ ഒരു ബിഹേവിയർ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. വളരെ റയറായിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ബൂട്ട്സ്ട്രാപ്പിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന variable.scss എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. അതിൽ വന്നുകൊണ്ട് അവിടെയാണ് അവർ ഇതിനെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ബൂട്ട്സ്ട്രാപ്പിലും അത് മാറ്റം വരും. നമ്മൾ CSSൻ്റെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫയൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ലോക്കലി എടുക്കണമല്ലോ. ലോക്കലി എടുത്തു, എന്നിട്ട് അതിൻ്റെ ഫോൾഡറിൽ പോയിട്ട് variable.scss എന്ന് പറയുന്നതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ കോഡിന് ഈ ബിഹേവിയറിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മളിതിൽ നോക്കിയത്, നിങ്ങളിപ്പോൾ മാറ്റം വരുത്തേണ്ടത് നോക്കണ്ട, ആദ്യം നിങ്ങൾ ഡീഫോൾട്ടായിട്ടുള്ളത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പം നമ്മൾ ഇതിൽ നോക്കിയത് ബ്രേക്ക് പോയിന്റ് എന്തൊക്കെയാണെന്നുള്ളതും ഓരോരോ ബ്രേക്ക് പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും. ഇതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയിട്ടുള്ളത്.